അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു ചെറിയൊരു സൂറത്ത് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ്. അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത്തരത്തിൽ ഒരു സൂറത്തിന് നമുക്ക് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കാനാകും. ഈ ഒരു സൂറത്തിനെ ഞാൻ ഈ പറയുന്ന സമയത്ത് നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റ് ഒരിക്കലും തന്നെ കാലിയാകില്ല. ദാരിദ്ര്യത്തൊട്ട് ഈ ഒരു സൂറത്ത് നമ്മെ എല്ലാ സമയത്തും നമ്മളെ കാക്കും. മാത്രവുമല്ല, നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിയ ആ ഒരു ദിവസം നമുക്ക് വളരെ റാഹത്താക്കരം. നമുക്ക് ആ ഒരു റാഹത്ത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് നിറവേറി കിട്ടും. റാഹത്തായിക്കൊണ്ട്, വളരെ ഭംഗിയായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് റാഹത്തായി കിട്ടും. ഞാൻ ഈ പറയുന്ന സൂറത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 90-ാമത്തെ സൂറത്താണ്, സൂറത്ത് ബലദ്. വളരെ ചെറിയ 20 ആയത്ത് മാത്രമേ ഈ ഒരു സൂറത്തിനുള്ളൂ. 20 ആയത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ സൂറത്താണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അറിയാവുന്നവർക്കറിയാം, ഇത് വളരെയധികം ചെറിയ സൂറത്താണ്. നമുക്ക് ഓതാൻ 5 മിനിറ്റ് പോലും തികച്ച് ആവശ്യമില്ല. ഇനി ഈ ഒരു സൂറത്തിന് നമ്മൾ എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമാണ്. നമ്മൾ നിത്യേന ചൊല്ലുന്ന രാവിലത്തെ എല്ലാ ദിക്റുകളുടെ കൂട്ടത്തിൽ ഈ ഒരു സൂറത്തിനെ നമ്മൾ പതിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് പതിവായിക്കൊണ്ട് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഹൈർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അത് കുറച്ചാണെങ്കിലും അത് നമ്മൾ തുടർച്ചയായിക്കൊണ്ട് ചെയ്യുക. സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നമ്മളിത് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി ഒന്നും കൂടെ നമുക്ക് കഴിയുമെങ്കിൽ സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പും അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷവും, അങ്ങനെ 2 തവണ രാവിലെ നമ്മൾ 2 തവണയാക്കി ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഈ പറയുന്നത് ഒരു വെറും വാക്കല്ല, തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത്. ഞാനിത് പതിവായി ചൊല്ലാറുണ്ട്, എനിക്കതിനുള്ള മാറ്റവും കാണാറുണ്ട്. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ഈ ഒരു സൂറത്തിനെ പതിവായിക്കൊണ്ട് ചൊല്ലാനും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാനുമുള്ള ഒരു അർഹത പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അറിവ് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നന്മ തോന്നിയാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും പടച്ച റബ്ബ് നിറവേറ്റി തരട്ടെ. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളും പടച്ച റബ്ബ് മാറ്റി നല്ലൊരു ഹൈറായ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.